Hi everyone, welcome back to Alexi Academy. This is the third lecture of module number 6 of Water Resource Engineering. Let's start with Darcy's law. The percolation of water through soil was first studied by Darcy by his experimental study. According to the law, velocity of flow through an aquifer is directly proportional to hydraulic gradient. That is, V is directly proportional to I and V is equal to K into I, where K is the coefficient of permeability and I is the hydraulic gradient. We can write velocity is equal to discharge by area. So, in place of V, we can write Q by A is equal to K into I, and we can write Q is equal to A and the cross multiply here K I A. Therefore, the relationship between discharge and hydraulic gradient is Q is equal to K into I into A, where Q is the discharge, K is the coefficient of permeability, I is the hydraulic gradient, and A is the cross-sectional area of soil. The relationship V directly proportional to I shows the linear relationship between velocity and hydraulic gradient. It is valid only for laminar flow. Darcy's law is valid as long as Reynolds number is less than or equal to 1. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സോയിൽ GT ഒക്കെ പഠിച്ചപ്പോൾ സോയിലിലൂടെയുള്ള പെർമിയബിലിറ്റി, സോയിലിലൂടെയുള്ള വാട്ടറിൻ്റെ സീപ്പേജിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ ρVD ബൈ മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ലാമിനാർ ഫ്ലോയുടെ കേസിൽ, വെർ V ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ, ρ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, D ഈസ് ദ ഡയമീറ്റർ ഓഫ് സോയിൽ പാർട്ടിക്കിൾ ആൻഡ് മ്യൂ ഈസ് ദ വിസ്കോസിറ്റി. നെക്സ്റ്റ് ഈസ് വാട്ടർ ടേബിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എങ്കിലും നമുക്ക് വാട്ടർ ടേബിൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് ദ അപ്പർ സർഫസ് ഓഫ് ദ സോൺ ഓഫ് സാച്ചുറേഷൻ. ദ സോൺ ഓഫ് സാച്ചുറേഷൻ ഈസ് വെയർ pores are saturated with water. The water pressure head is equal to atmospheric pressure and the surface is called water table. ഓക്കെ, അപ്പോൾ സോൺ ഓഫ് എയറേഷൻ്റെ തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ആ സോൺ ഓഫ് സാച്ചുറേഷൻ്റെ ടോപ്പ് ബൗണ്ടറിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഈ വാട്ടർ ടേബിളിൻ്റെ താഴെ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ പോർസിലെല്ലാം എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും. എക്സിസ്റ്റൻസ് ഓഫ് വാട്ടർ ടേബിൾ, അതായത് വാട്ടർ ടേബിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒന്ന്, ഫോം. The water table may vary due to seasonal changes such as precipitation and evaporation. The soils with permeable nature receive sufficient amount of precipitation. The water table typically slopes towards river that act to drain the groundwater away. ഇപ്പോൾ ഫോമിൽ പറയുന്നത് വാട്ടർ ടേബിൾ സീസണൽ ചേഞ്ച് അനുസരിച്ച് മാറും, അതായത് പ്രസിപ്പിറ്റേഷൻ ഇവാപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും. അതായത് വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ചിലപ്പോൾ പ്രസിപ്പിറ്റേഷനൊക്കെ ഉള്ള സമയത്ത് വാട്ടർ ടേബിൾ കുറച്ചുകൂടി ഹയർ ആയിട്ട് വരും. ഇവാപ്പറേഷനൊക്കെ കൂടിയ സമയത്ത്, ഡ്രൈ ആയിട്ടുള്ള സമയത്ത് വാട്ടർ ടേബിൾ പതുക്കെ ഗ്രൗണ്ട് സർഫസിന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെല്ലില്ലേ, കിണർ, വീട്ടിലുള്ള കിണറിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ, അത് തന്നെയാണ് ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ലെവൽ നോക്കിയാൽ മതി. മഴക്കാലത്താണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലായിരിക്കും, അത് ഡ്രൈ സീസണൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ അത് താന്നു പോകും. നെക്സ്റ്റ് ഈസ് ടോപ്പോഗ്രഫി. ദ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾസോ ഈസ് വൺ ഓഫ് ദ ക്യാരക്ടർ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വാട്ടർ ടേബിൾ. ദ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോസ് ഫ്രം പോയിൻറ്റ്സ് ഓഫ് ഫ്രാക്ചർ ആൻഡ് ഫോൾട്ട്, that is from higher pressure to the lower pressure area. As the geological characteristics like fault and fracture increases, water reaches the water table also increases. ഇപ്പോൾ ടോപ്പോഗ്രഫിയിൽ പറയുന്നത് നമ്മുടെ മണ്ണിനടിയിലുള്ള ഗ്രൗണ്ടിൻ്റെ ഫ്രാക്ചറും ഫോൾട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ ഫോൾട്ടും ഫ്രാക്ചറൊക്കെ ഭൂമിയുടെ താഴെ ഉണ്ടെങ്കിൽ വാട്ടർ പെട്ടെന്ന് വാട്ടർ ടേബിളിലേക്ക് റീച്ച് ചെയ്യാനുള്ള സാധ്യതയാണ്. തേർഡ് വൺ ഈസ് Peached water table. It is the aquifer that occurs above the regional water table, that is in Vodosol. It
is an impermeable layer with relatively impermeable above the main water table but below the surface of land. പീച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിച്ചു. ശരിക്കുമുള്ള വാട്ടർ ടേബിൾ ഇവിടെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സോയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഫുള്ള് വെള്ളമാണ്. ഇതിലൂടെ ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും ഇതേപോലത്തെ റോക്കി സ്ട്രാറ്റ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വെള്ളമെല്ലാം ഇതിലേക്കൂടി സീപ്പ് ചെയ്ത് വാട്ടർ ടേബിളിലേക്ക് പോകും. കുറച്ച് വെള്ളം മാത്രം ഈ ഒരു റോക്കിൻ്റെ മുകളിൽ ഇതുപോലെ തടഞ്ഞു നിൽക്കും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഈ ഒരു ഫിനോമിന തന്നെയാണ് നമ്മൾ പീച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്പ് ഓഫ് അക്വിഫർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ടൈപ്സ് ഓഫ് അക്വിഫർ. അക്വിഫേഴ്സ് ആർ മെയിൻലി 2 types, കൺഫൈൻഡ് അക്വിഫർ ആൻഡ് അൺകൺഫൈൻഡ് അക്വിഫർ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ് ഇത്. ആദ്യം ഞാൻ തിയറി പറയാം, എന്നിട്ട് ഞാനിതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അക്വിഫേഴ്സ് ആർ മെയിൻലി 2 types, കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് അക്വിഫർ. Unconfined aquifer. It is also called water table aquifer or free phreatic or non-artesian aquifer. അപ്പോൾ അൺകൺഫൈൻഡ് അക്വിഫറിനെ നമ്മൾ വാട്ടർ ടേബിൾ അക്വിഫർ എന്ന് പറയാറുണ്ട്, ഫ്രീ പ്രിയാറ്റിക് അക്വിഫർ എന്ന് പറയാറുണ്ട്, നോൺ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന് പറയാറുണ്ട്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഇൻ ദ ഫീൽഡ് അൺകൺഫൈൻഡ് അക്വിഫറാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. വാട്ടർ ഒക്കറിങ് ഇൻ ദ അക്വിഫർ ഈസ് ഫ്രീ വാട്ടർ. ഈ അൺകൺഫൈൻഡ് അക്വിഫയറിലുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലുള്ള വാട്ടറാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത്. വെൻ ഇറ്റ് ഈസ് ട്രാപ്ഡ് ത്രൂ എ ടെസ്റ്റ് വെൽ, സാധാരണ നമ്മളൊരു കിണർ വെച്ചിട്ട് അതിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫ്രീ വാട്ടർ വിൽ റൈസ് ടു എ ലെവൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ വാട്ടർ ടേബിൾ ഇൻ ദാറ്റ് ഏരിയ. ഇറ്റ് ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ത്രൂ ഓപ്പൺ പോർ സ്പേസസ്. ഓക്കെ, അതായത് നമ്മളൊരു ചെറിയൊരു കിണർ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്ത് സംഭവിക്കും? താഴെ നിന്ന് വെള്ളം പതുക്കെ പൊങ്ങിയിട്ട് ആ ഒരു ഏരിയയിൽ വാട്ടർ ടേബിൾ എവിടെയാണോ ഉള്ളത് ആ ലെവൽ വരെ നമുക്ക് വെള്ളം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് ഈ അൺകൺഫൈൻഡ് അക്വിഫറിലും പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് കൺഫൈൻഡ് അക്വിഫർ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കൺഫൈൻഡ്. ഇതിനകത്ത് ചെറിയൊരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അല്ലേ? ഇവിടെയാണ് കൺഫൈൻഡ് അക്വിഫർ. ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയുള്ള ഒരു സോയിൽ സ്ട്രാറ്റേനെയാണ് നമ്മൾ കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഈ കൺഫൈൻഡ് അക്വിഫറിൻ്റെ താഴെ ഒരു കൺഫൈൻഡ് ബെഡുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപെർമിയബിൾ ബെഡുണ്ട്. ഇതിൻ്റെ താഴെ ആണ് നമ്മുടെ കൺഫൈൻഡ് അക്വിഫർ. ഇവിടെയാണ് അടുത്ത വെള്ളമുള്ളത്. ഇതിൻ്റെയും താഴെ ഒരു കൺഫൈൻഡ് ബെഡ്, അതായത് 2 കൺഫൈൻഡ് ബെഡ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺഫൈൻഡ് അക്വിഫറിലുള്ള ഈ ഒരു വെള്ളം നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡീപ്പ് വെൽസ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. Confined aquifer. Water is confined by the impermeable strata under a pressure greater than atmospheric pressure. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇത് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇംപെർമിയബിൾ ലെയർ ഉണ്ട്, അതായത് വെള്ളം കടത്തിവിടാത്തൊരു ലെയർ. അതേപോലെ ഇവിടെ ഒരു ഇംപെർമിയബിൾ ലെയർ ഉണ്ട്, വെള്ളം കടത്തിവിടാത്ത ലെയർ. അതിൻ്റെ ഇടയിലുള്ള ഈ റീജിയനാണ് കൺഫൈൻഡ് അക്വിഫർ. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള വെള്ളത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ദ പെർമിയബിൾ റോക്ക് യൂണിറ്റ് ദാറ്റ് ആർ ഡീപ്പർ അണ്ടർ ദ ഗ്രൗണ്ട്. ദേ ആർ ലൈൻഡ് ബൈ ഇംപെർമിയബിൾ റോക്ക് ഓർ ക്ലേ ദാറ്റ് ലിമിറ്റ് ദ ഗ്രൗണ്ട് വാട്ടർ. ദ വാട്ടർ ഹെൽഡ് ഇൻ ദിസ് ഈസ് നോട്ട് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബട്ട് അണ്ടർ ഹൈ പ്രഷർ ഡ്യൂ ടു കൺഫൈൻഡ് മീഡിയം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടീഷ്യൻ അക്വിഫർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൂടി കാണിച്ചു തരാം. ഓക്കെ, കൺഫൈൻഡ് അക്വിഫറും അൺകൺഫൈൻഡ് അക്വിഫറിൻ്റെയും ഒറിജിനൽ ഒരു റെപ്രസെൻറ്റേഷൻ ഫിഗറാണിത്. അതായത് ഒരു ഭൂമിയുടെ മുകൾ ഭാഗമാണ് ഈ ഒരു ഗ്രീൻ സർഫസിലൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? ഇതാണ് വാട്ടറിൻ്റെ ഒറിജിൻ. ഏതോ പോയിന്റിൽ നിന്ന് വാട്ടർ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് സീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതല്ലാതെ മുകളിലുള്ള മണ്ണിൽ കൂടിയൊക്കെ സീപ്പ് ചെയ്ത് നമുക്ക് ലേക്കിലേക്കൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ ഏറ്റവും താഴെ ബെഡ് റോക്കാണ്, പാറയാണ്.
ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ക്ലേ ലെയർ ഉണ്ട്. ക്ലേ ലെയർ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ക്ലേ എന്ന് വെച്ചാൽ എന്താണ്? ഇൻപെർമിയബിൾ ലെയറാണ്. അത് വാട്ടർ ഹോൾഡ് ചെയ്യും, പക്ഷേ വാട്ടറിനെ പെർമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ രണ്ട് ഇംപെർമിയബിൾ ലെയറിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സോണിനെയാണ് നമ്മൾ കൺഫൈൻഡ് അക്വിഫയർ എന്ന് പറയുന്നത്. എന്ത് സോണാണ്? വെള്ളമുള്ള സോൺ. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടേബിളിൻ്റെ താഴെ നമുക്കൊരു കൺഫൈൻഡ് അക്വിഫയർ ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കിണർ പണിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മണ്ണിൽ നിന്ന് കുറച്ച് ലെവലിലേക്ക് നമ്മൾ ഡിഗ് ചെയ്യും. അതായത് എന്താണ്? ഈ വാട്ടർ ടേബിൾ എവിടെയാണ് എന്നുള്ളത് ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ കിണർ കുഴിക്കും. ചില ഏരിയാസിലൊക്കെ നിങ്ങൾക്കറിയാം കുഴൽ കിണർ പണിഞ്ഞാലേ പറ്റുള്ളൂ, കാരണം വാട്ടർ അത്രയും ഡീപ്പിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു എക്സാമ്പിൾ, കൺഫൈൻഡ് അക്വിഫയർ. ഈ കൺഫൈൻഡ് അക്വിഫയറിലുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ വെള്ളം നോർമൽ വാട്ടർ ടേബിൾ ഇതാണ്, അതിൻ്റെ മുകളിൽ റൈസ് ചെയ്യും. ചിലത് പുറത്തേക്ക് ഒന്ന് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുറവ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതെങ്കിലുമൊക്കെ പാറ പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഈ നീരുറവ, അതായത് വെള്ളം നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും, ഒരു ഫോഴ്സോ ഒന്നും കൊടുക്കണ്ട. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. വെള്ളം നല്ല പ്രഷറിലിരിക്കുന്നൊരു ഏരിയയാണിത്. അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വരാനുള്ളൊരു സോഴ്സ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വാട്ടർ സപ്ലൈ കിട്ടും. ഓക്കെ, ഇതതിൻ്റെ തന്നെ വേറൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഈ പറഞ്ഞ പോലെ ഒരു സൈഡിൽ വാട്ടർ റീചാർജ് ചെയ്യുന്നുണ്ട്, അതായത് മഴ മൂലമുള്ള വാട്ടർ റീചാർജ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർ ടേബിൾ. ഇങ്ങനെ വാട്ടർ ടേബിൾ പോകുന്നുണ്ട് ഭൂമിയുടെ താഴെ കൂടി. പിന്നെ പല ടൈപ്പ് വെൽസാണ് ഈ കാണിച്ചേക്കുന്നത്. കിണർ, പല ടൈപ്പിലുള്ള കിണറാണ്. ഇതിൻ്റെ അകത്ത് കൺഫൈൻഡ് അക്വിഫയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ തൊട്ട് താഴെ, വാട്ടർ ടേബിളിൻ്റെ താഴെ മണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ആദ്യത്തെ വെള്ളത്തിൻ്റെ പോർഷനാണ് കൺഫൈൻഡ് അക്വിഫയർ. രണ്ട് ഇംപെർമിയബിൾ ലെയറിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന വെള്ളമാണ് കൺഫൈൻഡ് അക്വിഫയർ. ഈ കൺഫൈൻഡ് അക്വിഫയറിൽ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൺഫൈൻഡ് അക്വിഫയറിലേക്ക് നമ്മൾ രണ്ട് രീതിയിലാണ് വെല്ല് ഡിഗ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് വെല്ല്, ഒരെണ്ണം നോക്കിക്കേ, ഒരെണ്ണത്തിൽ വാട്ടർ സാധാ ലെവലിൽ തന്നെ റൈസ് ചെയ്തിട്ടുണ്ട്, അത് വലിയ പ്രഷറില്ല. ഇവിടെ പ്രഷർ കൂടിയ ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളം ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അതിനെ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽ എന്ന് പറയുന്നത്. ഇത് സാധാ ആർട്ടീഷ്യൻ വെൽ. ഇനി നമ്മൾ അൺകൺഫൈൻഡ് അക്വിഫയറിലാണ് വെല്ല് ഡിഗ് ചെയ്തേക്കുന്നതെങ്കിൽ എന്താണ്? വാട്ടർ ടേബിളിൻ്റെ ലെവലിൽ വെള്ളം ഉണ്ടാവും. ഇനി നേരത്തെ പറഞ്ഞ പെരിഷ്ഡ് വാട്ടർ ടേബിളാണ് ഇത് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ താഴെ മുകളിലും ആകാം. ഇതേപോലെ മണ്ണിൻ്റെ ഇടയിലായിട്ട് ഒരു ഇംപെർമിയബിൾ ലെയർ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്? കുറച്ച് വെള്ളം തങ്ങിക്കിടപ്പുണ്ടാവും. അത് നമുക്ക് അവിടെ ഒരു വെല്ല് വെച്ച് പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതതിൻ്റെ തന്നെ വേറൊരു റെപ്രസെൻറ്റേഷനാണ്. ഇവിടെയും നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് സർഫസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സർഫസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ താഴെ എന്തോരം പ്രോസസ്സാണ് വാട്ടറിൽ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.